അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടിക്ക് ഒരു തരത്തിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു സംഭവം കേട്ടോ. സ്റ്റോക്കിൽ എൽഡിയാണ് കണ്ടത്, റിഫ്ലക്ടറും സംഭവങ്ങളെല്ലാം കണ്ടില്ല. ഒരു വണ്ടിയുടെ പൈസ പൊട്ടുന്ന ഭാഗം എവിടെയെന്ന് വെച്ചാൽ മതി. ഇനി ക്വിക്ക് ഷിഫ്റ്റ് ഇട്ട് ആ കാറിൻ്റെ ബോണറ്റിൽ പോയിരിക്കും. ഗൈസ്, ഇന്ന് നമ്മുടെ ഡ്യൂക്ക് 390 BS6 മോഡലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 1-2 വീഡിയോയിലെ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് വന്ന സ്ഥിരം കമൻറ്റാണ് വണ്ടിയുടെ ഓണർഷിപ്പ് വീഡിയോ ചെയ്യാനായിട്ട്. അതായത് ഇത്ര കിലോമീറ്റർ ഓടി അപ്പോൾ അതിൻ്റെ ഒരു ഓണർഷിപ്പ് വീഡിയോ ചെയ്യാനായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന കേട്ടോ. അത് മാത്രമല്ല വണ്ടിയിൽ എക്സ്ട്രാ ചെയ്ത കുറച്ച് മോഡിഫിക്കേഷൻ പാർട്ടിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ടോട്ടൽ മോഡിഫിക്കേഷൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത്രയും കിലോമീറ്റർ ഓടി, അതായത് 31,428 കിലോമീറ്ററാണ് മീറ്ററിൻ്റെ അകത്തുള്ളത്. പക്ഷേ 20,000 കിലോമീറ്റർ എൻ്റെ ആക്സിഡൻറ്റിൽ മീറ്റർ റീപ്ലേസ് ചെയ്ത് പുതിയ മീറ്ററാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. പുതിയ മീറ്ററിലാണ് 31 കിലോമീറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 മീറ്ററോടെ വെച്ച് നോക്കാൻ നേരത്ത് ഏകദേശം വണ്ടി 51,000 കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ കവർ ചെയ്തിട്ട് വന്നതാ കുട്ടപ്പനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടിക്ക് ഒരു തരത്തിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ കംപ്ലയിൻസ് വരുന്നൊരു വണ്ടി അല്ല ഇത്. വണ്ടി നമ്മൾ സ്നേഹിച്ച അതേപോലെ വണ്ടി നമ്മൾ സ്നേഹിക്കും കേട്ടോ. ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോൾ എനിക്കൊരു ഇത്ര നാൾ യൂസ് ചെയ്തൊരു വണ്ടിയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. വണ്ടിയുടെ ആ ഒരു അഗ്രസീവും വണ്ടിയുടെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ വണ്ടിയുടെ ആക്സിഡൻറ്റ് അങ്ങനെ കൊടുക്കാമെന്നുണ്ടല്ലോ, വണ്ടി കൊണ്ടുപോകുന്ന ഫീൽ എന്ന് വെച്ചാൽ വേറെ ആ ഒരു പുതിയൊരു വണ്ടി ഓടിക്കുന്ന ഫീൽ. ഞാൻ വണ്ടി എടുത്ത അന്ന് എങ്ങനെ ഓടിച്ചു അതേപോലെയാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വണ്ടി ഓടിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു വണ്ടി. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടിയിൽ കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ട്. കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ എന്തോ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്, എനിക്ക് വേറെ ഒരു കംപ്ലയിൻസ് ഈ വണ്ടിക്ക് വന്നിട്ടില്ല. ആക്സിഡൻറ്റ് സമയത്ത് പൈസ കുറച്ച് പൊട്ടിയായിരുന്നു, പക്ഷേ അത് ക്ലെയിമിൽ അത് റീഫണ്ട് ചെയ്ത് കിട്ടി. പക്ഷേ അത് കംപ്ലയിൻ്റ് അല്ലല്ലോ, അത് എൻ്റെ മിസ്റ്റേക്ക് കാരണം ആക്സിഡൻറ്റ് ആയിപ്പോയതല്ലേ. പക്ഷേ എന്നിട്ട് വേറെ എഞ്ചിൻ ഭാഗത്തൊന്നും ഇതുവരെയ്ക്ക് വണ്ടി തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ. 50,000 കിലോമീറ്റർ ആയി. എന്നാലും 20,000 കിലോമീറ്ററിനകത്ത് വെച്ചൊക്കെ തന്നെ ചിലരുടെ 390 ഇതിനൊക്കെ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരാനുള്ള കാരണം വണ്ടി പ്രോപ്പറായിട്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ സർവീസ് എന്ന് വെച്ചാൽ പക്കയാ. ഓയിലിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ എഞ്ചിൻ ഭാഗമൊക്കെ ഭയങ്കര സ്മൂത്താണ്. പിന്നെ കംപ്ലയിൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കാണ് ഇതിൻ്റെ ഷോക്ക് അപ്സർ ഇങ്ങനെ അടിച്ചു പോയായിരുന്നു. പക്ഷേ അതൊരു വണ്ടിയുടെ മിസ്റ്റേക്ക് അല്ല, ഇത്രയും കിലോമീറ്റർ ഓടിയേണ്ട ആ ഒരു ഷോക്ക് അപ്സർ ലീക്കായി പോയതാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പൈസ പൊട്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ത്രോട്ടിൽ ബോർഡ് ഇന്ന് ക്ലീൻ ചെയ്യും, ക്വിക്ക് ഷിഫ്റ്റർ ഒന്ന് ലേൺ ചെയ്യിപ്പിക്കും. ഇത്രയൊക്കെ മാത്രമേ ഇതിൻ്റെ പൈസ എക്സ്ട്രാ ആവുന്നത്, വേറെ ഒരു പണിയില്ല. പിന്നെ സർവീസിനായിട്ട് ഓയിലിന് കുറച്ച് പൈസ ആവും, പിന്നെ ഓയിൽ ഫിൽറ്റർ അങ്ങനെ കുറച്ച് പൈസയാവും. പക്ഷെ അതൊക്കെ പ്രോപ്പറായിട്ട് മാറിയാണ്ടല്ലോ വണ്ടി വേറെ ലെവലാണ്. വണ്ടി ഒരിക്കലും അടുപ്പില്ല. എത്ര കിലോമീറ്റർ ഓടിയാലും വണ്ടി നമുക്കൊരു ടയർനെസ് ആയിട്ടുള്ള ഫീലും കാര്യങ്ങളൊന്നും ഒരിക്കലും തരത്തില്ല. വണ്ടി ഇങ്ങനെ കൈ എടുക്കുമ്പോൾ വണ്ടി തെറിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളിയാണ് എനിക്ക് ഈ വണ്ടി. അപ്പോൾ ഇനി വണ്ടിയിൽ ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വണ്ടിയുടെ ടാങ്ക് ഭാഗത്ത് തന്നെ തുടങ്ങാം. ഈ ഭാഗത്ത് ഈ ബ്ലാക്ക് അല്ലേ, ഇത് PPF ആണ്, ബ്ലാക്ക് PPF ആണ്, ഓട്ടോടോക്സിന് ചെയ്ത ബ്ലാക്ക് PPF ആണ്. പിന്നെ സൈഡ് പാനലിൽ നമ്മൾ ഓട്ടോലൂവിൻ്റെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു സംഭവമാണ് കേട്ടോ. ഇതേപോലെ ഞാൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സംഭവം നമ്മുടെ സ്റ്റോക്ക് കിറ്റിൻ്റെ മുകളിൽ കൂടെ ഓട്ടോലൂവിൻ്റെ കിറ്റിൻ്റെ ഫുൾ പോർഷൻ ഇല്ല, പകുതി കട്ട് ചെയ്ത് വെച്ച പീസാണ്, കോപ്പി പീസാണ്. അപ്പോൾ പകുതി കട്ട് ചെയ്ത് ഇവിടെ ഞാൻ MC-യിലൊക്കെ വെച്ച് ഷേപ്പ് ചെയ്ത് പുട്ടിക്കിട്ട് ഒരേ ലെവലിൽ പുട്ടിക്കിട്ട് ഷേപ്പാക്കി വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ PPF അടിച്ചേക്കാണ്. നമ്മൾ ഓട്ടോലൂവിൻ്റെ കിറ്റ് വരാത്ത ഇവിടേക്ക് ഒരു ക്ലാബ് ഇങ്ങനെ പൊങ്ങി വരും. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെയൊക്കെ പൊങ്ങി വരും. ആ ഭാഗമൊക്കെ ഞാൻ ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് ഒരു സ്റ്റോക്ക് കിറ്റിൻ്റെ ലുക്കിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഒരു ബൾക്കിനെസ് വണ്ടിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ ഒരു നേരായിട്ട് പോയ സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബൾക്കിനെസ് ആയിട്ട് സ്റ്റോക്ക് ബോൾട്ടിൽ തന്നെ എല്ലായിട്ടും സെറ്റാക്കി വെച്ചതാണ് ഈ ഒരു ഓട്ടോലോവിൻ്റെ കിറ്റ്. വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ ഓട്ടോലോവിൻ്റെ കിറ്റ് തന്നെയാണ്. അതിങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ട് കുറച്ചുകൂടെ നീറ്റായിട്ട് വണ്ടിക്ക് സെറ്റായി ഇരിക്കുന്നുണ്ട് കേട്ടോ. ടാങ്കിൻ്റെ ഇവിടെ ഒരു ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലോസിനെസ് കിട്ടാനായിട്ട് PPF-ഉം കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേഗത്തിലോട്ട് വരാൻ നേരത്ത് നമുക്കിവിടെ സീറ്റാണ്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യണം കേട്ടോ ഈ സീറ്റിൻ്റെ വർക്ക് ചെയ്യാനായിട്ട്. ഏകദേശം ഞാൻ ചെയ്തിട്ട് 1.5 വർഷത്തിൽ പുറത്ത് പോയിട്ടുണ്ട് തോന്നി ഈ സീറ്റ് ചെയ്തിട്ട്. ഇപ്പോഴും ഒരു ഫോൾട്ട് പോലും ഇല്ല കേട്ടോ. സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും ഇതിൻ്റെ ആ ഒരു കാർബൺ ഫൈബർ ഫിനിഷിങ്ങും എല്ലാം നോക്കി ഒരു പ്രശ്നവുമില്ല. അത്രയ്ക്ക് അടിപൊളി സീറ്റാണ്. വേറെ കുഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, അത്ര കുഷൻ മാത്രമേ ഇതിനെ വരത്തുള്ളൂ കേട്ടോ. അല്ലാതെ എക്സ്ട്രാ കുഷൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ മുകളിൽ കൂടെ ഇവരൊരു പ്രീമിയം ലെതർ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അത് കാണാൻ ഇവിടെ ലുക്സ് എന്നുള്ള ബാജിങ്ങും കൊടുത്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം പ്രീമിയം ആയിട്ട് എനിക്ക് സൂപ്പർ ബൈക്സിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ് ഇത്. മിക്കുള്ളൊരു വണ്ടിയും ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വെണ്ടേട്ട എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഞാൻ
ഈ ഒരു സീറ്റ് ചെയ്തത് ബാക്ക് പോർഷനിൽ നോക്കാൻ നേരത്ത് അവർ ക്യാരിയർ കൊടുത്തിട്ടുണ്ട് വിത്ത് നമ്മളെ ടോപ്പ് ബോക്സിൻ്റെ ഒരു പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലുക്ക് എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെയാണ്, ബാക്കിലോട്ട് കുറച്ചിങ്ങനെ തള്ളി നിൽക്കും, അതില്ലെങ്കിൽ കുറച്ചും കൂടെ ഷോർട്ട് ആകും കേട്ടോ വണ്ടി. പക്ഷേ ഇതങ്ങനെ എപ്പോഴും റിമൂവ് ആക്കി ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഇത് ഞാൻ പെർമനൻ്റ് ആയിട്ട് വെച്ചേക്കാൻ കേട്ടോ. ഇതേപോലെ ഞാൻ ഡ്യൂക്കിൽ ടോപ്പ് ബോക്സ് വയ്ക്കുന്ന അത്ര ലുക്കും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടമല്ല, ലുക്ക് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഭയങ്കര യൂസാണ് കേട്ടോ. ഉള്ള ഗായത്രിയെ കൊണ്ട് പോകാൻ നേരത്തെ അവർക്ക് ചാരി ഇരിക്കാനായിട്ട് പറ്റും. ലോങ് റൈഡ് പോകുമ്പോൾ നമ്മളെ ഡോക്യുമെൻറ്റ്സ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാട്ടർ പ്രൂഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചേക്കുകയാണ്. പിന്നെ താഴോട്ട് വരാത്ത നമ്മുടെ ടൈൽ ടേടി, ഈ സ്റ്റോക്കിൽ ടൈൽ ടേടിയാണ് അങ്ങോട്ട് റിഫ്ലക്ടറും സംഭവങ്ങളെല്ലാം കണ്ടില്ല, എല്ലാം സ്റ്റോക്കാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ക്ലാമ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ബാക്കിലോട്ട് വെച്ച് വെൽഡ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി വെച്ചേക്കുകയാണ്. അകത്തൊന്നും വെള്ളമൊന്നും കയറാത്ത രീതിയിൽ സ്റ്റോക്കിൽ തന്നെയാണ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ്. നല്ല സ്ട്രോങ് ആണ്, സ്റ്റോക്കിൻ്റെ അതേ സ്ട്രോങ് ഇതിൻ്റെ അകത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ BS4 വരുന്ന സ്റ്റിക്കറാണ് കേട്ടോ. ഈ ഒരു 390 സ്റ്റിക്കർ BS6 വരത്തില്ല. പക്ഷേ ഷോറൂമിൽ നിന്ന് തന്നെ 390 BS4 സ്റ്റിക്കർ വാങ്ങിച്ച് BS6 ആക്കിയിട്ടുള്ളതാണ്. ഇത് താഴെ നമ്മുടെ RCയുടെ കവറാണ് കേട്ടോ. RCയുടെ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ട്, എന്നാലും പറയുന്നതാണ്. RCയുടെ ഈ ഒരു എന്താണ് ഷോക്ക് അബ്സർ വരുന്നൊരു കവറാണ് കേട്ടോ. അത് നമ്മൾ 390 അതുപോലെ 200 ഡയറക്റ്റ് സൂട്ടാണ്, വേറെ ഒരു വ്യത്യാസമില്ല. എല്ലാ ഹോളും കറക്റ്റാണ് കേട്ടോ. അതും ഒരു അത്യാവശ്യം നല്ല രീതിക്ക് കാണുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ നമ്മുടെ എക്സ്പൾസിൻ്റെ സസ്പെൻഷനാണ്, അടിച്ചു പോയൊരു സസ്പെൻഷനാണ്. ഞാൻ ഷോക്ക് അബ്സർ റെഡിയാക്കുന്ന കടയിൽ കൊടുത്ത് റെഡിയാക്കി വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ. ഇനിയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പോളി സംഭവം എന്ന് പറയുന്നത്, അതാ ഈ ഒരു എക്സോസ്റ്റ് കിണ്ണ സാധനമാണ് കേട്ടോ. വീഡിയോയിൽ കണ്ട ഒരുപാട് പേര് നേരിട്ട് ഒന്ന് ഈ വണ്ടിയുടെ സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കി വീഡിയോയിൽ കാണുന്നേക്കാളും അടിപൊളിയാണെന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഓടിക്കാൻ നേരത്ത് ഈ ഒരു സൗണ്ട് ഒരു അടിപൊളിയാണ് കേട്ടോ. ഒരു പക്ക BS3 ആണെന്ന് പറയത്തില്ല, ചെറിയൊരു BS3 ടച്ച് മാത്രമേ ഈ ഒരു എക്സോസ്റ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ. ഞാൻ പക്ഷേ ഈ ഒരു സൗണ്ട് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്ത, ആ ഒരു എക്സോസ്റ്റ് ഒഴിവാക്കുമ്പോൾ ഉള്ളൊരു ഫീലിനാണ് ഇത് സാധനം ചെയ്തത്. പക്ഷേ ഒരു സ്റ്റോക്ക് ലുക്കിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന സാധനം. ഇത് അടിപൊളി സംഭവമാണ്. ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ഏകദേശം 1 മില്യൺ അടുപ്പിച്ച് ആവാറായി കേട്ടോ. ഒരുപാട് ഓർഡർ ഇത് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചേക്കുന്നു. സാധനം കിട്ടുകയാണെങ്കിൽ എത്ര ഉണ്ടാക്കിയാലും സാധനം പുട്ടണക്ക് പോകും കേട്ടോ. ഒന്നുകൂടെ ആ സൗണ്ട് കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് സാധനം? കിടുമല്ലേ, അടിപൊളി. പിന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ക്രാഷ് കാർഡ്. മുമ്പ് കുറച്ച് ബൾക്കിനെസ് ഉള്ള ക്രാഷ് കാർഡാണ് വെച്ചിട്ടുള്ള. വണ്ടിയുടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ മാറ്റി ആദ്യം വെച്ചിരുന്ന ക്രാഷ് കാർഡ് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ കാർബൺ ഫൈബർ ഡിപ്പിങ്ങും എടുത്തിട്ടുണ്ട്. ഇത് പണ്ട് ചെയ്ത ഡിപ്പിംഗ് ആണ്. പിന്നെ ഫോർക്ക് ഞാൻ കുറച്ചാൾ മുമ്പ് അഡ്വഞ്ചർ 390 ഫോർക്കാണ് ആക്കിയത്. ഇപ്പോൾ വീണ്ടും ഞാൻ സ്റ്റോക്ക് 390 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മോഡിഫിക്കേഷൻ വർക്ക് ഫുള്ള് കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഈ ഒരു ഫോർക്ക് ഞാൻ അഡ്ജസ്റ്റബിൾ കയറ്റാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് കയറ്റുമ്പോൾ മേരക ഒരിക്കും. സ്പോക്ക് വീലിലോട്ടൊന്നും ആക്കുന്നുണ്ടെങ്കിലും ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീലാണ് കേട്ടോ നോക്കുന്നത്. ട്യൂബായിട്ടുള്ള സ്പോക്ക് വീലൊക്കെ വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോർക്കും കൂടെ അഡ്ജസ്റ്റബിൾ ആക്കിയിട്ട് ഒരു ഒന്നും കൂടെ വരേണ്ടി വരും. അപ്പം ഇത് ഇത്ര അല്ലല്ലോ. JB റേസിംഗിൻ്റെ ഒരു ഹാൻഡിൽ ബാർ റൈസർ കൊടുത്തിട്ടുണ്ട്, ഒരു തംബ് റെസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 മിനി ഫോഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ GPS ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ സർവീസിലാണ് മോട്ടോറോക്സിൻ്റെ ഓയിൽ ഞാൻ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അതിന് മുമ്പ് വരെ നമ്മളെ ഷോറൂമിലെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മോട്ടോറോക്സിൻ്റെ ഓയിൽ വെച്ചപ്പോൾ ഉള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ പെർഫോമൻസിൽ നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ അതിനേക്കാളും ഞെട്ടിച്ച സംഭവം ഓയിൽ ബേണായി പോകുന്നില്ല. കൂടുതലും അഡ്വഞ്ചർ 390 ആ ഒരു ഇഷ്യൂ വരുന്നത്, ഓയിൽ ബേണായി പോകുന്ന ഇഷ്യൂ. പക്ഷേ എൻ്റെ വണ്ടിക്ക് ചെറുതായിട്ടതുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു എഞ്ചിൻ ഭാഗത്തുമല്ലോ പിസ്റ്റൻ്റെ വല്ലതും തേയ്മാനവും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടും ഓയിൽ കത്തുന്ന ഇഷ്യൂ വരാൻ കേട്ടോ. പക്ഷേ മോട്ടോറോക്സിൻ്റെ ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കിയപ്പം ഓയിൽ എനിക്ക് വേണമെന്നില്ല. ഇപ്പോൾ അടുത്ത സർവീസ് ആവാറായി. വീണ്ടും മോട്ടോറോക്സിൽ തന്നെ ഞാൻ പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ബേണായി പോകുന്നില്ല. പിന്നെ എഞ്ചിൻ റിഫൈൻമെൻറ്റ് അടിപൊളി ഒരു എഞ്ചിൻ നമുക്ക് കിട്ടും കേട്ടോ. ഈ MotoGP റേസിങ്ങിനും KTM ബൈക്സിനൊക്കെ യൂസ് ചെയ്ത സെയിം ഓയിലാണ്, മോട്ടോറോക്സിൻ്റെ ഓയിലാണ്. ആ ഓയിലാണ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ KTM യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ഓയിൽ യൂസ് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ 390 ഓടിച്ച് മടുക്കുന്നില്ല ഗായ്സ്. ഇതും കൊണ്ട് ഇനി ഒരു ലഡാക്ക് ട്രിപ്പ് അടിക്കണം, അങ്ങനെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ അത്യാവശ്യം കോസ്റ്റ് ആകുന്ന ഭാഗം പക്ഷേ ഇതിൻ്റെ ഡിസ്ക് പാഡിനാണ് കേട്ടോ. ഡിസ്ക് പാഡ് ഷോറൂമിലൊക്കെ 2000
2000 പുറത്ത് റേറ്റ് ഉണ്ട്. അതൊക്കെയാണ് അത്യാവശ്യം കോസ്റ്റ് ആവുന്ന റേറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ വെസ്ലയുടെ പാഡിലോട്ട് വരാത്ത 1300 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് കിട്ടും. ഷോറൂമിൽ കിട്ടുന്ന സെയിം ബൈറ്റാണ് ഈ ഒരു വെസ്ലയുടെ ബ്രേക്ക് പാഡിലും കിട്ടുന്നത് കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റ് ആണ്, അത് നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ലൂബൊക്കെ ചെയ്ത് നടത്താം. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ഈ ഒരു ചെയിൻ ലൂബിലും ഈ ഒരു ചെയിനിലും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അതിനും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പറയാൻ മറന്നൊരു സംഭവം, ഈ ഒരു വണ്ടിയുടെ പൈസ പൊട്ടുന്ന ഭാഗം എവിടെയെന്ന് വെച്ചാൽ ഈ കാണുന്ന പെട്രോളിലാണ്. ഞാൻ ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കാണ്. പെട്രോളിൻ്റെ കേസ് എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. പെട്ടെന്ന് കത്തിപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് എനിക്കിതിപ്പോൾ നാളെ ആകുമ്പോൾ നോക്കിയത് 2 കട്ടയാവും. നമുക്കൊരു ഡെയിലി യൂസിന് പറ്റിയ, അതായത് കുറച്ച് അടുത്ത് പോകാനും കടയിൽ പോകാനും അങ്ങനെയൊക്കെ പറ്റിയൊരു വണ്ടിയല്ല ഇത്. നമുക്കൊരു ടൂറിംഗ് ഒക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. അല്ല ഡെയിലി യൂസിന് ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ ഒട്ടും മുതലാവൂല. എണ്ണ പോണ വഴി അറിയാൻ പറ്റൂല, പെട്ടെന്ന് കത്തിരും. പിന്നെ BS6നെ സംബന്ധിച്ച് ഇതിനകത്ത് BS4-നെക്കാട്ടി BS3-നെക്കാട്ടി കുറച്ചും കൂടെ മൈലേജ് BS6-നുണ്ട്. മാത്രമല്ല നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഹൈ സ്പീഡിലൊക്കെ ക്വിക്ക് ഷിഫ്റ്റർ കിട്ടാൻ അടിപൊളിയാണ്. ഈ റോഡ് ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, മതി. ഇനി ക്വിക്ക് ഷിഫ്റ്റർ ഇട്ട് ആ കാറിൻ്റെ ബോണറ്റിൽ പോയിരിക്കും. അപ്പോൾ നമുക്ക് പയ്യെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ കേട്ടോ ഈ വീഡിയോ സ്റ്റാർട്ടാക്കിയത്. പക്ഷെ പറഞ്ഞ് ഒരുപാട് ലെങ്തുമായി, പറയാൻ വന്ന കാര്യം പറഞ്ഞതുമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.